24 hours നോൺ സ്റ്റോപ്പ് ബൈക്ക് റൈഡിംഗ് ചലഞ്ച്. അതായത് കോട്ടക്കൽ നിന്നും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരത്ത് ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് മധുരൈ, കൊച്ചി വഴി വീണ്ടും കോട്ടക്കലിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ബൈക്കിംഗ് റൈഡിംഗ് ചലഞ്ച്. അതായത് 10:38 സമയം ഇപ്പോഴായി. 10-ാം തീയതി, ജൂലൈ 10-ാം തീയതി നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. എന്തായാലും എത്രത്തോളം നമുക്ക് ആ യാത്ര സക്സസ് ആവുന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു ബൈക്കിൽ നമ്മൾ യാത്ര പോകുന്നത് 93,428 കിലോമീറ്റർ ഇപ്പോൾ മൊത്തത്തിൽ ഈ ബൈക്ക് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമ്മൾ 0 ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു 2014 മോഡലിൽ ഈ ഒരു യൂണിക്കോൺ ബൈക്കിലാണ് നമ്മൾ ആ ഒരു യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര ഇവിടുന്ന് പുറപ്പെട്ട് നമ്മൾ സുഹൃത്തിനെ ഇവിടുന്ന് നേരെ എത്തുകൊണ്ട് നമ്മൾ നേരെ യാത്ര പുറപ്പെടുകയാണ്. കോട്ടക്ക സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. കോട്ടക്ക സിറ്റിയിലൂടെ നമ്മൾ പോകണം. നമ്മൾ സുഹൃത്ത് ജോയിൻ ചെയ്തു. കോഴിക്കോട് കഴിഞ്ഞു. മുമ്പ് വണ്ടിയിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 200 രൂപയ്ക്ക് കൂടി നമ്മൾ എക്സ്ട്രാ എണ്ണ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാഹിയിലെ ഒരു പെട്രോൾ പമ്പിലെത്തി. ഫുൾ ടാങ്ക് പെട്രോൾ വെള്ളം അടിച്ചു. കാരണം മാഹിയിലാണ് ഏറ്റവും കൂടുതൽ വില കമ്മിയുള്ളത്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കണ്ണൂരെത്തിയത്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞ റോഡുണ്ടാവും. ഹിമ്മായിട്ട് ബ്ലോക്കാണ് റോഡിലുള്ളത്. എന്തായാലും ഞങ്ങൾ മംഗലാപുരം വെച്ച് കൊടുക്കണം. കാസർഗോഡ് മംഗലാപുരത്തേക്ക് ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടിൻ്റെ ഓയിൽ കമ്മിയുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനുള്ളിൽ എന്തൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പം അങ്ങ് വണ്ടി ഷെയ്ഡാക്കിയതാ. ഓയിലുണ്ട്. അങ്ങനെ 10.5 മണിക്കൂർ ശേഷം കേരള ബോർഡർ ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നത് കേരള കർണാടക ബോർഡറാണ്. ഞങ്ങളപ്പോൾ ഈ ബോർഡർ കഴിഞ്ഞു. ഏകദേശം 262 കിലോമീറ്റർ മൊത്തത്തിൽ ഞങ്ങൾ ഓടിക്കഴിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ റോഡുകൾ വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഇത്ര സമയം നമുക്ക് എടുത്തത്. എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10-30-40 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു മംഗലാപുരം നേരെ വെച്ച് പിടിക്കുക. മംഗലാപുരത്ത് നേരെ ബാംഗ്ലൂർ വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ രാത്രി നൈറ്റിലാണ് ഈ ഒരു സമയത്തൊക്കെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 8 മണിയായിട്ടോ, രാത്രി 8 മണിയായി. മംഗലാപുരം സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഗേസ്. ഇപ്പോൾ മംഗലാപുരം സിറ്റി മാളിൻ്റെ അടുത്താണ്, സെൻട്രൽ മാളിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഏകദേശം ഒരു 340 സംതിങ് കിലോമീറ്റർ ബാംഗ്ലൂർക്കുണ്ട്. അപ്പോൾ അടുത്ത് ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് പിടിക്കുകയാണ്. സമയം 8:45 കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ബാംഗ്ലൂർക്ക് വെച്ച് പിടിക്കുകയാണ്. കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തുള്ളൂ എന്ന് തോന്നുന്നു. കാരണം 347 കിലോമീറ്റർ ഞങ്ങൾ വന്ന കിലോമീറ്റർ ഏകദേശം ഇപ്പോൾ 300 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞ്. ഏകദേശം ഇപ്പോൾ 287 കിലോമീറ്റർ ഇപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞ്. മംഗലാപുരത്ത് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് വളരെ മോശം റോഡായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് റോഡ് നല്ല റോഡായി മാറിയിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫുള്ള് ചളിയും പിന്നെ ഫുള്ള് അലമ്പ് ഫുള്ള് ഗട്ടറൊക്കെ ആയിട്ടുള്ള റോഡുകളായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ റോഡ് കൂടി കുറേ പോകുന്നു. ഏകദേശം ഒരു 10-30 കിലോമീറ്റർ പോകുന്നു. ഇപ്പോൾ കുറച്ച് നല്ല റോഡായി മാറിയിട്ടുണ്ട്. റോഡ് പണി അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ അതേമാതിരി ആവുമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. കാരണം 300 ചില്ലറ കിലോമീറ്റർ, ഏകദേശം 330 സംതിങ് കിലോമീറ്റർ മൊത്തത്തിൽ ഓടി എത്തണം. ഞങ്ങളതിൽ വെറും 30 കിലോമീറ്റർ മാത്രമേ ഇപ്പോൾ ഓടി എത്തിയുള്ളൂ. ഞങ്ങൾക്ക് 300 കിലോമീറ്റർ അങ്ങോട്ട് ഓടി എത്തേണ്ടതുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ പോകുന്നു. ഏകദേശം 100 കിലോമീറ്റർ, ഒരു 1000 കിലോമീറ്റർ മേലുണ്ടായിരുന്നു. കാരണം ഫുള്ള് ചുരം, ഫുള്ള് കോട ഉണ്ടോ. ഇപ്പോഴൊക്കെ ഫുള്ള് കോട മൂടി കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. സ്പീഡ് പോകാൻ കഴിയില്ല. പിന്നെ റോഡ് വളരെ മോശം. 100 കിലോമീറ്ററോളം ഫുള്ള് കട്ട് റോഡ്, അലമ്പ് റോഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഏതിലാണ് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ റോഡിലൂടെ വരുന്നത്. പിന്നെ കേരള വണ്ടിയൊന്നും ഈ റോട്ടിൽ ഇല്ല തന്നെ. ഫുള്ള് കർണാടക വണ്ടിയാണ് ഈ റോട്ടിൽ വരുന്നത്. 237 കിലോമീറ്റർ കൂടി ഞങ്ങൾക്ക് പോകേണ്ട ബാംഗ്ലൂർക്ക്. ഓയിൽ മൊത്തത്തിൽ കമ്മി ആക്കണം. പിന്നെ ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഈ വരുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ മൊത്തത്തിൽ കമ്മിയാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനാണ്. അത് ബാംഗ്ലൂർ മജസ്റ്റിക് പിന്നെ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിക്കത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റിസ്ക് സംഭവമായിരുന്നു കേട്ടോ. ഫുള്ള് റോഡ് മോശം. ഏകദേശം ഒരു 350 കിലോമീറ്റർ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതിൽ ഞങ്ങൾക്ക് 150 കിലോമീറ്റർ നല്ല റോഡ് കിട്ടി. ബാക്കി ഫുള്ള് പണി നടക്കുന്ന റോഡായിരുന്നു. നമ്മളെ ഹൈവേൻ്റെ പണി കണ്ടല്ലോ, അതേപോലത്തെ പണി നടക്കുന്ന റോഡായിരുന്നു. ഏകദേശം വണ്ടി ഉണ്ടോ
വണ്ടി ഇപ്പോൾ 739 കിലോമീറ്ററോളം വണ്ടി ഓടിക്കഴിഞ്ഞു. കാരണം ഞങ്ങൾ കുറേ അറിയാത്ത റോഡും പിന്നെ കുറേ റൂട്ട് മാറിയിട്ടൊക്കെ പോയി. കാരണം ലോക്കൽ റോഡ് കുറിച്ച് നല്ല റോഡ് പിടിച്ചാൻ വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സമയം രാവിലെ 8 മണിയായി. ഇപ്പോൾ പിന്നെ ബാംഗ്ലൂരിലെ ഈ ഒരു പിന്നെ സിറ്റിയിലുള്ളത്. ഇനിയിപ്പോൾ ഒരു 10:30 മണിയാവോളം നമ്മൾ ആ ഒരു 24 hours റൈഡ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും 10:30 മണിയായാലും നമ്മളെ റൈഡ് 24 hours എന്തായാലും നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗൈസ് അങ്ങനെ 24 മണിക്കൂർ ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മൈസൂർ പോണ റൂട്ടിൽ, മൈസൂർ ബാംഗ്ലൂർ ഹൈവേയാണ് ഈ റോഡ്. ഈ ഒരു റൂട്ടിൽ 69 കിലോമീറ്റർ ഞങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ സമയം രാവിലെ 10:48 സമയമായിരിക്കുന്നു, 11-ാം തീയതി. ഈ വണ്ടി നമ്മൾ ഓടിയത് മൊത്തത്തിൽ 819 കിലോമീറ്റർ ഇവിടെ വരെ ഓടിട്ടോ. ഇതെന്താ പറയല്ലേ, എന്താണ് ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവമായിരുന്നു. അതായത് ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ ഞാൻ ഇത്ര തോനെ ഒരു റൈഡ് എടുക്കും പോയില്ല. ഒരു 150 കിലോമീറ്ററൊക്കെ മാത്രമേ ഇതേമാതിരി ഒരു റൈഡ് പോയിട്ടുള്ളൂ. ഇതാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ 819 കിലോമീറ്ററാണ് നമ്മൾ റൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തിന് 1000 കിലോമീറ്റർ മോൾക്ക് എന്തായാലും നമ്മൾ എത്തും. നമ്മളെ വണ്ടിനെ കുറിച്ച് പറയാൻ വെച്ചാൽ വണ്ടി മൊത്തത്തിൽ ഫുള്ള് ചളിയായി. പിന്നെ ഓയിലൊന്ന് മാറ്റി. ഓയിലെന്ന് വെച്ചാൽ ഓയില് ആ സമയത്ത് കമ്മിയായി. ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓയില് കമ്മിയായിരുന്നു. അപ്പോൾ ഓയില് മൊത്തത്തിൽ മാറ്റി കൊടുത്തു. ടയറൊക്കെ ഫുള്ള് കറുപ്പ് കളറായി മാറിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കാൻ വെച്ചാൽ വണ്ടി ഫുൾ കണ്ടീഷൻ തന്നെയാണ്. ഈ വണ്ടിയായിട്ട് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയ സമയം എന്ന് പറഞ്ഞാൽ ഈ സമയം തന്നെയാണ്. 800 ചില്ലറ കിലോമീറ്റർ. ഏറ്റവും ഡേഞ്ചർ റോഡ് മംഗലാപുരം ടു ബാംഗ്ലൂര്. മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് വന്ന സമയത്ത് 150 കിലോമീറ്റർ മാത്രമായിരുന്നു നല്ല റോഡുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ 340 സംതിങ് കിലോമീറ്റർ നമ്മൾ ഓടി. ബാക്കിയുള്ള റോഡൊക്കെ വളരെ മോശം റോഡായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു വ്യത്യസ്ത ആയിട്ടുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് 200 സംതിങ് കിലോമീറ്റർ പോയാൽ മാത്രമേ കോട്ടക്കലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി ബാക്കിയുള്ള എക്സ്പീരിയൻസ് കൂടി നമ്മൾ നോൺ സ്റ്റോപ്പായി കണ്ടു തന്നെ ഓടുന്നത് പെട്ടെന്ന് എത്താൻ വേണ്ടി. ഗൈസ് മൊത്തത്തിൽ ഞങ്ങൾ ആകെ ടയേർഡായിട്ടോ. കണ്ണൊക്കെ നോക്കിയാൽ കണ്ണൊക്കെ ആകെ പ്രശ്നമായി. പിന്നെ ഒരു ദിവസം 12 മണിക്കൂർ മൊത്തത്തിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല. മൊത്തത്തിൽ ഈ ഒരു റൈഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ക്ഷീണിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ റൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു. നമ്മളൊരു ദിവസമായിട്ട് മൊത്തത്തിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇത്രയും തോന്നെ കിലോമീറ്റർ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു അനുഭവം എനിക്കും അതേപോലെ എൻ്റെ സുഹൃത്തിനും ആദ്യമായിട്ടാണ്. എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ട്, അതായത് നമ്മൾ കോട്ടക്കലെത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കാണാം. ഗൈസ് ഞങ്ങൾ പോയ സ്ഥലത്ത് തന്നെ കോട്ടക്കൽ ഞങ്ങൾ പോയ ആ ഒരു ബൈപ്പാസിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. 24 മണിക്കൂർ നമ്മൾ തുടർച്ചയായി ഡ്രൈവ് ചെയ്തു. പോരാത്തത് നമ്മൾ വീണ്ടും ഒരുപാട് സമയം ഡ്രൈവ് ചെയ്തു. എന്തായാലും ഒരു 30 മണിക്കൂറിൻ്റെ മുകൾക്ക് എന്തായാലും ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ടോട്ടലി ഞങ്ങൾ ഓടിയ കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ 166 പ്ലസ് 999. അപ്പോൾ മൊത്തത്തിൽ 1166 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിക്കഴിഞ്ഞു. ഞാനും എൻ്റെ സുഹൃത്തായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. എന്തായാലും ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു നമ്മൾ ചെയ്തത്. ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു 60-70 ആ ഒരു കിലോമീറ്റർ റേഞ്ചിൽ സ്പീഡിലായിരുന്നു വണ്ടി പോയിരുന്നത്. എന്തായാലും ഇത് ഒരു വ്യത്യസ്ത ലൈഫിൽ തന്നെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു പിന്നെ ട്രിപ്പായിരുന്നു. സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി. പിന്നെ കണ്ണിനൊക്കെ മൊത്തത്തിൽ പ്രശ്നങ്ങളായി, കാരണം കാറ്റടിച്ചുകൊണ്ട് പ്രശ്നങ്ങളായി. പിന്നെ അതേപോലെ തന്നെ വണ്ടിൻ്റെ അവസ്ഥ മൊത്തത്തിൽ നോക്കുകയും ചെയ്താണ്. വണ്ടിൻ്റെ അവസ്ഥ 166 കിലോമീറ്ററും പ്ലസ് 999. അങ്ങനെ 1165 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഞങ്ങൾ ഓടിക്കഴിഞ്ഞു. ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും ഒരു യാത്ര പുറപ്പെട്ടത്. എന്തായാലും ഒരു 30 മണിക്കൂർ കണ്ടിന്യൂറ്റി ആയിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. എന്താ പറയാനുള്ള യാത്രയെ കുറിച്ച്? യാത്ര സൂപ്പറായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു വ്യത്യസ്തമായ യാത്രയായിരുന്നു. ജീവിതത്തിൽ ഇതേമാതിരി യാത്ര വേറെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു. ഇതുപോലത്തെ വെറൈറ്റി വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.